നമ്മൾ ഈ അവധിക്കാലത്തെ കുറിച്ചിട്ട് പല കാര്യങ്ങൾ ചർച്ച ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് നിലവിൽ വിദ്യാലയത്തിലുള്ള പഠന രീതി അല്ലെങ്കിൽ പഠനപരമായി കുട്ടികൾ നടത്തുന്ന ചില പ്രക്രിയാ പ്രവർത്തനങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയുന്നതുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് ചർച്ച ചെയ്തു പോവുകയാണ്. കാരണം നമ്മൾ വിദ്യാലയങ്ങളിൽ നിന്ന് അറിവ് നേടിക്കൊടുക്കുന്ന ഒരു സംവിധാനമാക്കിയിട്ടാണ് നിലനിർത്തുന്നതെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ അവന്റെ ജീവിത പശ്ചാത്തലം എന്ന് പറയുന്നത് കുടുംബം, നാട്ടുകാർ, വീട്ടുകാർ, അവന്റെ യാത്രാ പശ്ചാത്തലം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, കളിക്കാൻ പോകുന്ന ഇടങ്ങൾ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുക, ആ അറിവിനെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് അവന്റെ ജീവിത യാത്രയിൽ എപ്പോഴും കൂടുതലുള്ള ആളുകൾ രക്ഷിതാക്കളാണ്, പ്രത്യേകിച്ച് അവധിക്കാലത്ത്. അപ്പൊ നിങ്ങൾക്ക് ഈ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ഇന്നൊന്ന് ചർച്ച ചെയ്ത് പോകുന്നത്. ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് യാത്രാ അനുഭവ കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. നമ്മൾ ഒരു പശ്ചാത്തലം ഉണ്ടാവും, ആ പശ്ചാത്തലത്തിൽ കുട്ടികൾ ആദ്യം സ്വന്തമായിട്ട് എഴുതും, പിന്നെ അവർ പോയതോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പാഠഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുള്ള സൂചകങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ഒരു അനുഭവക്കുറിപ്പ് എഴുതും. ഇങ്ങനെയാണ് ഉണ്ടാവാറ്. എന്നാൽ നമ്മൾ ഈ അവധിക്കാലത്ത് കുട്ടികളുമായി ടൂർ പോയവരുണ്ടാവും, അതല്ലെങ്കിൽ വിരുന്ന് പോയവരുണ്ടാവും, അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ദൂരെങ്കിലും ഒരു ദിവസമെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള യാത്രകൾ നടത്തിയവരുണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നടത്തിയ ആളുകളുണ്ടാവും. എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ തിരിച്ചു വന്നതിന് ശേഷം അവരോട് അതിന്റെ ഒരു അനുഭവക്കുറിപ്പ് എഴുതാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഈ എഴുതാൻ അറിയാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ അക്ഷരങ്ങളും വാക്കുകളൊന്നും അറിയാത്ത കുട്ടികളുണ്ടാവും, അവരോട് നമ്മൾ വാചികമായിട്ടാണെങ്കിലും ആ യാത്രാ അനുഭവത്തെ കുറിച്ചൊന്ന് ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ അതൊന്ന് ചോദിക്കണം. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു പഠന പ്രക്രിയയാണ് എന്ത്, കുട്ടികളുടെ അനുഭവക്കുറിപ്പ് എഴുതുക എന്നുള്ളത്. ചില കുട്ടികളൊക്കെ ഡയറി എഴുതാറുണ്ട്. ഇപ്പോൾ 1ാം ക്ലാസ് 2ാം ക്ലാസ് വരെയൊക്കെ സ്ഥിരമായിട്ട് ഡയറി എഴുതാറുണ്ട്. പക്ഷെ ഉയർന്ന ക്ലാസ്സിൽ പോകുന്ന കുട്ടികൾക്കും ഇത് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതിയിട്ട് നമ്മൾ അവരെ കൊണ്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ യാത്രയിൽ കാണാത്ത പല ലോകങ്ങളും പല കാര്യങ്ങളും അതിൽ കണ്ടിട്ടുണ്ടാവും, ഈ കുട്ടികൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്കും അതേപോലെ തന്നെ കുട്ടിക്കും അത് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മറ്റൊന്ന്, നമ്മൾ വിവരണങ്ങൾ തയ്യാറാക്കും. ഒരു പ്രവർത്തനത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്രക്രിയയെ കുറിച്ചിട്ടോ ഉള്ള വിവരണങ്ങൾ തയ്യാറാക്കും. കുട്ടികൾ എല്ലാ ദിവസവും വൈകിട്ടും രാവിലെയും കളിക്കാൻ പോകുന്നവരാണ്. ഈ കളി കഴിഞ്ഞ് വന്നാൽ അവരെല്ലാ ദിവസവും ഒരു കളിയിലല്ല ഏർപ്പെടുന്നത്. ഇനിയിപ്പോൾ ഒരേ കളിക്ക് പോവുകയാണെങ്കിൽ തന്നെ ആ കളിയുടെ പശ്ചാത്തലം, സമയം, പങ്കെടുത്ത കുട്ടികളുടെ മാറ്റങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസത്തെ കളി കഴിഞ്ഞ് വന്നാൽ, ഇനി ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരാഴ്ചയിൽ 3 ദിവസം ചെയ്താലും മതി. ഒരു ദിവസത്തെ കളി കഴിഞ്ഞ് വരുന്ന സമയത്ത് അവരൊന്ന് ഫ്രീ ആയി ഫ്രഷ് ആയതിനു ശേഷം അന്നത്തെ കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ കുട്ടികളോട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, എഴുതി തരും. അപ്പൊ അതിൽ തന്നെ പലതരത്തിലുള്ള ശേഷികളും കുട്ടി കൈവരിക്കും. കാരണം എഴുത്ത് എന്നുള്ള കഴിവുണ്ടാവും, ചിന്ത, അവൻ ആ കളിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നടന്ന കാര്യങ്ങളെ ചിന്തിച്ചെന്ത് ചെയ്യും, ആ ഒരു ക്രമപ്പെടുത്തും. ആ ക്രമപ്പെടുത്തുമ്പോൾ അവിടെ നടന്ന ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങളുണ്ടാവും, നെഗറ്റീവായ കാര്യങ്ങളുണ്ടാവും, അതിലൂടെ എല്ലാം അവൻ വീണ്ടും കടന്നു പോകും. ചില ശരിതെറ്റുകളെ അവൻ എന്ത് ചെയ്യും, സ്വയം മനസ്സിലാക്കും. അത് കഴിഞ്ഞ് അവന് എഴുത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവന്റെ എഴുതാനുള്ള ആ ഒരു കഴിവ് വർദ്ധിക്കും. അതേപോലെ തന്നെ ഇനി എഴുതാൻ കഴിയാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ കളിക്ക് വേണ്ടി ഉപയോഗിച്ച ഉപകരണങ്ങൾ ഏതൊക്കെയാണ്, അതിൽ ആരൊക്കെയാണ് കളിയിൽ പങ്കെടുത്തത്, അതിൽ ആ കളിക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് ഓരോ വാക്കുകളാക്കിയിട്ട് എഴുതിപ്പിച്ചാലും അവർക്ക് ചെറിയ രീതിയിലുള്ള എഴുത്ത് മെച്ചപ്പെടുത്താൻ കഴിയും. നമ്മുടെ കുട്ടികൾക്ക് പൊതുവെ മലയാളം എഴുത്തിലും അതേപോലെ തന്നെ വായനയിലും പുറകോട്ട് നിൽക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് ഈ 2 മാസം വീട്ടിൽ നിന്ന് ഇതുപോലുള്ള ചെറിയ ചെറിയ രീതികൾ ഉപയോഗപ്പെടുത്തിയിട്ട് ചില പരിശീലനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൂടുതൽ മെച്ചപ്പെടാനുണ്ടായ ഒരു സാഹചര്യം നിലവിലുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് അവരും വിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ചു പോകുന്ന ആ അറിവുകളെ അനുഭവിക്കുന്നുണ്ട്. അവനിപ്പോ പല തരത്തിലുള്ള അറിവുകളും അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ അനുഭവിച്ച കാര്യങ്ങളിൽ ഒരു ചെറിയ ഒരു പിന്തുണ നിങ്ങൾ രക്ഷിതാക്കൾ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടികളിൽ എന്ത് സംഭവിക്കും, ആ അന്ന് പഠിച്ച കാര്യങ്ങളെ അവൻ അനുഭവപ്പെട്ടത് വീണ്ടും പേപ്പറിലാക്കിയിട്ടോ വാചികമായിട്ടോ അവൻ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റിവിഷൻ പ്രക്രിയ അവിടെ നടക്കും. ആ റിവിഷൻ പ്രക്രിയ നടന്നു കഴിഞ്ഞാൽ അത് കുട്ടികളുടെ മുന്നോട്ട് പോക്കിന്, അതായത് പഠനപരമായ യാത്രയിൽ അവനക്ക് എന്ത് ചെയ്യും, ഗുണം ഉണ്ടാവും. കാരണം അവനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതാനും വായിക്കാനൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കഴിയാവുന്ന രീതിയിൽ, ഇതുപോലുള്ള 2 ഉദാഹരണം പറഞ്ഞുള്ളൂ, ഇതുപോലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ജസ്റ്റ് മറിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ചെയ്താൽ അതിൻ്റെതായ ഗുണം ഈ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളെ കുട്ടിക്കും ഉണ്ടാവും. ഈ വെക്കേഷനും ഒരു പഠന പ്രവർത്തനമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും.